എംപാനൽ കണ്ടക്ടറുടെ കുപ്പായത്തിൽ നിന്ന് കൃഷ്ണൻ മത്സ്യമേഖലയിലേക്ക് എത്തിയിട്ട് 5 വർഷം പിന്നിടുകയാണ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതോടുകൂടിയാണ് എംപാനൽ കണ്ടക്ടറായിരുന്ന മുല്ലശ്ശേരി പള്ളാറ വീട്ടിൽ കൃഷ്ണൻ കുടുംബം പോറ്റുവാൻ മത്സ്യബന്ധനത്തിനും വിൽപ്പനയ്ക്കുമായി ഇറങ്ങിയത്. KSRTCയിൽ നിന്ന് പിരിച്ചുവിട്ടതോടെ തൊഴിൽ രഹിതനായ കൃഷ്ണൻ ഭാര്യയും 2 പെൺമക്കളുമുള്ള കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന പ്രതിസന്ധിയിലൂടെ നീങ്ങുമ്പോഴാണ് മത്സ്യത്തൊഴിലിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി മത്സ്യത്തൊഴിൽ ചെയ്താണ് കൃഷ്ണന്റെയും കുടുംബത്തിന്റെയും ഉപജീവനം. പുലർച്ചെ ഉണരുന്ന കൃഷ്ണൻ ആദ്യം പുഴമത്സ്യം ലേലത്തിലൂടെ എടുത്ത് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകും. മത്സ്യം വിറ്റുകഴിഞ്ഞാൽ ഉച്ചയ്ക്കു ശേഷം വലയുമായി ജലാശയങ്ങളിലെത്തും. വീശുവലയും കണ്ടാടി വലയുമാണ് മത്സ്യം പിടിക്കാൻ കൃഷ്ണൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരു തവണ വലയെറിഞ്ഞാൽ അതിൽ നിറയെ കരിമീനും കല്ലുത്തിയും മുണ്ടത്തിപ്പരലും വയമ്പും പിലോപ്പിയും ഉൾപ്പെടെയുള്ള മത്സ്യസമൃദ്ധിയുമായാണ് കൃഷ്ണൻ കരയിലേക്ക് വലിച്ചു കയറ്റുന്നത്. KSRTCയിലെ എംപാനൽ കണ്ടക്ടർ ജോലി നഷ്ടപ്പെട്ടെങ്കിലും ഈ തൊഴിലിലൂടെ സന്തോഷമായി കുടുംബം നോക്കാനുള്ള വക കിട്ടുന്നുണ്ടെന്ന് കൃഷ്ണൻ പറഞ്ഞു. ഞാൻ ഗുരുവായൂർ ഡിപ്പോയിൽ കണ്ടക്ടറായിരുന്നു എംപാനലിൽ. 5 വർഷത്തിലും മേലെ മുന്നേ ഞങ്ങളെ 5172 പേരെ പുറത്താക്കി. അതിലൊരാളായി ഞാൻ വന്നു. അങ്ങനെ അന്ന് പിന്നെ പണിക്ക് വിളിച്ചിരുന്നില്ല. പിന്നെ ഞങ്ങൾ കൂലിപ്പണിക്കും പിന്നെ പിന്നെ മീൻപിടുത്തവും മീൻ കച്ചവടമാണ് ഇപ്പോൾ ഉപജീവന മാർഗം. പിന്നെ തിരിച്ചു വിളിക്കൊക്കെ ഉണ്ടായി വീണ്ടും റെയിൽവേസിന് തന്നെ. പിന്നെ പോകാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഏർപ്പെട്ട് അവിടെ പോയാൽ പണി കിട്ടുമോ ഇല്ല എന്നുള്ള അറിയില്ല. കാത്തു നിൽക്കണം. ജോലി ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല. നമ്മളവിടെ ചെന്ന് കാത്തു നിൽക്കണം. ആരെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അതിൽ വിടും. അതിലും നല്ലതല്ല സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉണ്ട്. ഇപ്പോൾ മീൻ കച്ചവടമാണ്. മീൻ പിടിക്കുക, മീൻ കച്ചവടമാണ്. അതാണ് ഇപ്പോൾ ഉപജീവനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ ശക്തമായതോടെ കായൽ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ ഏറ്റുമീനിന്റെ സമൃദ്ധിയാണിപ്പോൾ. ഉൾനാടൻ മത്സ്യബന്ധനത്തിലേർപ്പെട്ട കൃഷ്ണനെ പോലെയുള്ളവരുടെ വലയും കീശയും മനവും നിറയ്ക്കുന്ന ചാകരക്കാലം കൂടിയാണിത്.